എല്ലാവർക്കും നമസ്കാരം. മലയാളം ടൈപ്പിംഗ് എങ്ങനെ 3 മിനിറ്റ് കൊണ്ട് മലയാളം ടൈപ്പിംഗ് പരിശീലിക്കാം, ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. നമുക്കിടയിൽ അധ്യാപകർ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഇവരൊക്കെ ഉണ്ടാവാറുണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്ത സമയങ്ങളിൽ ആവശ്യമുള്ളതുമാണ് മലയാളം ടൈപ്പിംഗ് എന്ന് പറയുന്നത്. അധ്യാപകനാണെങ്കിൽ അവർക്ക് ടീച്ചിങ് മാനുവലുകൾ തയ്യാറാക്കണം. അതേപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാനുണ്ടാവും. ഇടയ്ക്ക് ഒരാൾ കയറി വന്നിട്ടുണ്ട്, ഇയാളെ തൽക്കാലത്തേക്ക് നമുക്ക് പുറത്താക്കാം, നിന്റെ സമയമാകുമ്പോൾ ഞാൻ വിളിക്കും ചെല്ല്. അപ്പോൾ പറഞ്ഞു വന്നത്, നമുക്കിടയിൽ വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും. ഒരു അധ്യാപകനാണെങ്കിൽ അയാൾക്ക് പഠന സാമഗ്രികൾ തയ്യാറാക്കണം. സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാനുണ്ടാവും. സാധാ പൊതുജനങ്ങൾക്കാണെങ്കിൽ പോലും ഒരു അപേക്ഷ തയ്യാറാക്കാനും ടൈപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യകരമായിട്ടുള്ള കാര്യമാണ്. വെറും 3 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് മലയാളം ടൈപ്പിംഗ് പരിശീലിക്കാം എന്നുള്ളത് ഞാൻ ഉറപ്പ് പറയുകയാണ്. വളരെ ചെറിയ വീഡിയോ ആണ്. ഇത്തരത്തിൽ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ഉപയോഗപ്പെടുന്ന ഒരുപാട് വീഡിയോകൾ, കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് സ്ക്രീനിലേക്ക് പോവാം. നിങ്ങൾ സ്ക്രീന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. വീഡിയോ പൂർണ്ണമായും കാണുക. നിങ്ങൾ ചെയ്യേണ്ടതിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ഗൂഗിളിൽ കുറ്റി പെൻസിൽ എന്ന് ടൈപ്പ് ചെയ്യുക. KUTTIPENCIL കുറ്റി പെൻസിൽ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു വെബ്സൈറ്റ് തുറന്നു വരും. കുറ്റി പെൻസിൽ മലയാളം ടൈപ്പിംഗ് യൂട്ടിലിറ്റി. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെയുള്ള ഒരു വിൻഡോ ആണ് നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു വരിക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരു ഗൂഗിൾ ഇൻപുട്ടിന്റെ ഒരു കീ കാണാം. അതായത് ഞാൻ മൗസ് കൊണ്ട് കാണിക്കുന്ന ഈ ഒരു കീയുടെ മുകളിൽ, ഇത് നമുക്ക് ആവശ്യമില്ലാത്തൊരു കീ ആണ്. അതിന്റെ ഗൂഗിൾ കീബോർഡ് എന്നാണ് അതിന് മുകളിൽ ഉണ്ടാവുക. അതിന്റെ മുകളിൽ നിങ്ങളൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആ കീ അവിടെ നിന്ന് അപ്രത്യക്ഷമാവും. അത് നമുക്ക് ആവശ്യമില്ല. ഈ ഒരു വിൻഡോ ആണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത്, നമ്മൾ സാധാരണ ഫേസ്ബുക്കിലും വാട്സപ്പിലും മെസ്സേജിനും ഇങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്യുന്നത് പോലെ ഇവിടെ നിങ്ങൾ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക. ഇപ്പൊ ഞാൻ NJAN എന്നടിച്ചതിന് ശേഷം കീബോർഡിലെ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാൻ എന്നായി, ഞാൻ കോഴിക്കോട്. ഇതേപോലെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക. സ്പേസ് ബാർ അടിച്ചു കഴിഞ്ഞാൽ അത് മലയാളത്തിലേക്ക് മാറും. ഞാൻ കോഴിക്കോട് ജില്ലയിൽ, കണ്ടില്ലേ, ജില്ലയിൽ JILLAYIL മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്നു. സ്പേസ് ബാർ അടിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് മലയാളത്തിലേക്ക് മാറിക്കോളും. താമസിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എവിടേക്കാണോ ഇത് വേണ്ടത്, ഇവിടെ നിന്ന് നിങ്ങൾ ഇതിനെ മൗസ് കൊണ്ട് സെലക്ട് ചെയ്യുക, റൈറ്റ് മൗസ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക. ശേഷം ഇതിനെന്താക്കാം, നിങ്ങൾ മിനിമൈസ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ വേർഡ് ഫയൽ എവിടെയാണ്, വേർഡിലാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്താക്കാം, അതിനെ റൈറ്റ് മൗസ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക, Ctrl V അടിച്ചുകൊണ്ട് പേസ്റ്റ് ചെയ്യുക ചെയ്യാം. ഇവിടെ ഞാൻ മലയാളത്തിൽ ഇപ്പം ടൈപ്പിങ്ങിന്റെ 1ാമത്തെ വരി കഴിഞ്ഞു. ഇനി ഇത് തന്നെ നമുക്ക് MLTT ഫോർമാറ്റിലേക്ക് മാറ്റി ടൈപ്പ് ചെയ്യാം. അതായത് ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതിന് ശേഷം ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നതിന് പകരം ഇവിടെ കൺവേർട്ട് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ മേലെ, അതിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ, ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കോപ്പി ടു ML സീരീസ് എങ്ങനെയുള്ളൊരു ഇത് വരും. അപ്പോൾ ഇതിന് ML സീരീസിലേക്ക് ഇത് മാറും. പുതിയൊരു വിൻഡോ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു വരും. അവിടെ ഇത് ടൈപ്പ് ചെയ്തത് ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. ഇതിനെന്താ ചെയ്യുക, ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. നേരത്തെ നമ്മൾ ഡയറക്റ്റ് ആണ് സെലക്ട് ചെയ്തത്. അതിന് പകരം ഈ കൺവേർട്ട് ചെയ്ത ഫയലിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക. അതിനുശേഷം ഇത് മിനിമൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വേർഡിൽ ഇവിടെ തന്നെ ഒന്ന് പേസ്റ്റ് ചെയ്ത് നോക്കിയാൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതായത് ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെയാണ് വരുന്നുണ്ടാവും. ഇതിനെ നിങ്ങൾക്ക് എന്താക്കാം, ഇവിടെ നിന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ലാംഗ്വേജ് നമ്മുടെ സിസ്റ്റത്തിലുള്ളത് മാറ്റി കൊടുക്കുക. ഞാൻ ഇവിടെ MLTT കാർത്തിക ഫോണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ കണ്ടോ, ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം കണ്ടില്ലേ. ഫോണ്ടിന്റെ സൈസ് കുറച്ച് കൂട്ടട്ടെ. ഓക്കെ, ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടല്ലേ നിങ്ങൾ. ഇത് സാധാ യൂണിക്കോഡ് ഇതിലാണ്, ഇത് പിന്നെ MLTT ഫോർമാറ്റിലാണ് വന്നിട്ടുള്ളത്. ഇതിന് നിങ്ങൾക്ക് എന്താക്കാം, സാധാരണ വേർഡിൽ ചെയ്തില്ല അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി ചില ആളുകൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന സംശയം, വേർഡിലല്ലാത്ത ഈ അഡോബിന്റെ ഫോട്ടോഷോപ്പ്, പേജ് മേക്കർ പോലെയുള്ളതിൽ ഇത് സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളതായിരിക്കും. ഞാൻ ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾ കുറ്റി പെൻസിൽ കിട്ടുന്ന ഈ ഫയൽ, അതായത് കൺവേർട്ട് ചെയ്തതിന് ശേഷം, ഞാനിത് ക്ലോസ് ചെയ്യാം. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്തതിന് ശേഷം എന്തൊക്കെ വിശേഷങ്ങൾ, ഇതൊക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഇതിനെ കൺവേർട്ട് ചെയ്യുന്നു. MLTTയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇതിനെ ഞാൻ ഇവിടെ തന്നെയാണ് കോപ്പി ചെയ്യുന്നത്. നേരത്തെ നമ്മൾ രണ്ടാമത് കോപ്പി ചെയ്ത പോലെ കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ആദ്യം പേജ് മേക്കർ ഫയൽ തുറന്ന് കാണിച്ചു തരാം. പേജ് മേക്കർ അഡോബിൻ്റെതാണ്. അഡോബിയുടെ പേജ് മേക്കർ സോഫ്റ്റ്വെയറിൽ നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഫയല് ന്യൂ. ഓക്കെ, ഇവിടെ ഞാൻ ഇതിനെ പേസ്റ്റ് ചെയ്യുകയാണ്. അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്താക്കാം, ഇതിന്റെ ഫോണ്ട് ഒന്ന് മാറ്റി നോക്കാം.
നോക്കുക നിങ്ങൾ, ഫോണ്ട് സൈസ് ഒന്ന് കൂട്ടട്ടെ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്ത് വന്നിട്ടുണ്ട്? ഇതാ ക്ലിയർ ആയിട്ട് അഡോബിയുടെ പേജ് മേക്കറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ സാധനം തന്നെ നമുക്ക് ഫോട്ടോഷോപ്പിലേക്ക് വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ഇത് ഫോട്ടോഷോപ്പ് ഫയൽ തുറക്കട്ടെ. ഫോട്ടോഷോപ്പിൽ ഞാനൊരു പുതിയ പേജ് എടുത്തു. പുതിയ പേജിൽ ഞാൻ ഇതിനെ ഒന്ന് ടൈപ്പ് ചെയ്യണം. അവിടെ ഞാൻ ആ ടൈപ്പ് ചെയ്തതിന് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇതാ അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എന്താക്കാം, ഇതിനെ ഫോട്ടോഷോപ്പിൽ ഏത് അക്ഷരത്തിന് പ്രശ്നവും പ്രയാസങ്ങളും ഒന്നും വരത്തില്ല. സാധാരണ ഇങ്ങനെയുള്ള ടൈപ്പിംഗ് സാധനങ്ങളൊക്കെ അഡോബിയുടെ ഇതിലൊക്കെ സോഫ്റ്റ്വെയറിലൊക്കെ വർക്ക് ചെയ്യാത്ത പ്രശ്നങ്ങളുണ്ട്. കുറ്റി പെൻസിൽ ടൈപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു പ്രയാസവും ഉണ്ടാകത്തില്ല. ഓക്കെ, ഇപ്പോൾ വളരെ ചുരുങ്ങിയ സമയമാണല്ലോ എടുത്തത്. നിങ്ങൾ ഈ വാട്സപ്പ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്നത് വളരെ സ്പീഡുള്ളൊരു കാര്യമായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ സോഫ്റ്റ്വെയർ ടൈപ്പ് ചെയ്യുക, അതിനെ കോപ്പി ചെയ്യുക, നേരെ നമുക്ക് വേർഡിലേക്ക് പേസ്റ്റ് ചെയ്യുക, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അതിനപ്പുറം നമ്മൾ കീബോർഡിൽ പഴയ സിസ്റ്റം ഉണ്ടല്ലോ, ഏത് മാന വാല സ ഒക്കെ പഠിച്ചുകൊണ്ട്, കാത്ത ചാട അക്ഷരങ്ങൾ പഠിച്ചുകൊണ്ട്, ചില്ലക്ഷരങ്ങളും സ്വരാക്ഷരങ്ങളും അനുസ്വാരവും ഒക്കെ പഠിച്ചുകൊണ്ടുള്ള ഒരു ടൈപ്പിംഗ്, ഈ ഒരു ടൈപ്പിങ്ങിനെക്കാളും നമുക്ക് കാര്യങ്ങൾ നടക്കുക, പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാം എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. അതിനപ്പുറം തിയററ്റിക്കൽ എന്ന് പറയുന്നതിനപ്പുറം പ്രായോഗിക വശത്തിൽ നിന്നുകൊണ്ടുള്ള വീഡിയോകൾ മാത്രമാണ് ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നേരത്തെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ, എൻ്റെ മകനാണ്. വരൂ, അവനെന്തോ പറയാനുണ്ടോ അല്ലേ? ഹായ്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ചെറിയ കുട്ടിയാണെങ്കിലും പറഞ്ഞതിൽ കാര്യമുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഇത്തരത്തിലുള്ള ചെറിയ വീഡിയോകൾ ലഭിക്കണമെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് മുകളിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാത്ത ആളുകളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്നും ചെയ്യേണ്ട, ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ഒരു റെഡ് ബട്ടൺ കാണാം. അതിന് മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.